ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാട് കയറി കിടക്കുന്ന ഒരു പറമ്പിൽ ഒരു മരത്തിൽ ഒരു ട്രീ ഡെക്ക് ഉണ്ടാക്കുന്നതാണ്. അതിനായിട്ട് നമുക്ക് ഒത്തു കിട്ടിയത് ഒരു പ്ലാവാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ചക്കയൊക്കെ ഉണ്ട്. അപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ആദ്യം അതിട്ടു. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മളൊരു ഏറുമാട് ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ട്. ആദ്യം നമ്മളൊരു 10-12 അടി ഹൈറ്റിൽ ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മരം വെച്ചിട്ട് ഒരു റിങ് പോലെ അടിച്ചുണ്ടാക്കി. പിന്നെ അതിന് വേണ്ട മരക്കമ്പുകളൊക്കെ പറമ്പിൽ നിന്ന് തന്നെ കളക്ട് ചെയ്തു. ആദ്യം ഇതുപോലെ ഒരു 6-6 അടി നീളം കണക്കാക്കി 2 മരക്കമ്പുകൾ, ബലമുള്ള മരക്കമ്പുകൾ ചേർത്ത് വെച്ച് ആണി അടിച്ച് ഉറപ്പിച്ചു. അതിൻ്റെ 2 അറ്റത്തും ഒരു 6 അടി നീളമുള്ള ഓരോ കമ്പ് ക്രോസ് ആയിട്ട് വെച്ച് കിട്ടി. അതിലേക്ക് താഴെ ഇതുപോലെ തന്നെ ഒരു റിങ് ഉണ്ടാക്കിയിട്ട് 4 കമ്പ് സ്റ്റേ കൊടുത്തു. അപ്പോൾ ഈ ഒരു സ്ട്രെച്ചറിലാണ് ഇതിനകത്ത് വരുന്ന വെയിറ്റ് മുഴുവൻ താങ്ങാൻ പോകുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ അറിയാവുന്നവർ കമൻറ്റിൽ പറയണേ. ഏറുമാടം വരെ ചെയ്തില്ലെങ്കിലും ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാനാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്ലാൻ. അതായത് ഇവിടുത്തെ ഒരു ആംബിയൻസ് കണ്ടില്ലേ, ഇവിടെ ചുറ്റും കണ്ടുകൊണ്ടിരുന്നൊരു ചായ കുടിക്കാൻ പറ്റിയൊരു സെറ്റപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ഇനി അത് തറ പാനൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. കവുങ്ങ് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങളത് ചെയ്യുന്നത്. വന്നപ്പോൾ തൊട്ട് മഴ ഇടയ്ക്ക് പെയ്യും തോരും, പക്ഷെ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മൾ പരിപാടി കണ്ടിന്യൂ ചെയ്തു. നല്ല പലകയും നല്ല ടൂൾസൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇതുപോലുള്ളൊരു സെറ്റപ്പിൽ ചെയ്യുമ്പോൾ കുറച്ചധികം അധ്വാനം ആവശ്യമാണ് കേട്ടോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യുന്നതും മഴ കൊള്ളുന്നതും അത് കഴിഞ്ഞിട്ട് അതിലിരിക്കുന്നതും എല്ലാം ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. ഇങ്ങനെ മറ്റ് ശല്യങ്ങളൊന്നുമില്ലാതെ കിളികളുടെയും ചീവീടുകളുടെയും ഒക്കെ കരച്ചിലും കേട്ട് മൈൻഡൊക്കെ റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത് അത് എല്ലാവർക്കും ഒരു നല്ല കാര്യമായിരിക്കും. ഇവിടെ ഇങ്ങനെ മഴയെ ആസ്വദിച്ചിരുന്ന് ഒരു ചായ കുടിക്കാൻ ആർക്കാ തോന്നില്ലാത്ത. അപ്പോൾ സ്ഥലവും സൗകര്യമൊക്കെ ഉള്ളവർ ഇതുപോലെ ഓരോന്ന് ചെറിയ കോസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാനൊക്കെ ശ്രമിക്കണം കേട്ടോ. അതിന് സാധിക്കാത്തവരാണെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരെ.